ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് 8-10 വർഷമായിട്ട് ഈ ഒരു കൂടുണ്ട് അല്ലേ? ഉണ്ട്. എല്ലാ വർഷവും നമുക്ക് ഒരു വർഷത്തിൽ ഒന്ന് നമുക്ക് കൂടിനെ വിഭജിക്കാം, ഉറപ്പല്ലേ? അതിനാർക്കും സംശയമില്ല, ഒന്ന് വിഭജിക്കാം. 10 വർഷം മുമ്പ് നിങ്ങളിൽ ഒരു കൂട് ഉണ്ടായിരുന്നതിനെ എല്ലാ വർഷവും ഒരു തവണയെങ്കിലും നിങ്ങൾ വിഭജിച്ചെങ്കിൽ ഇപ്പൊ നിങ്ങളിൽ എത്ര കൂട് കാണുമായിരുന്നു? 10 എണ്ണം, 20 എണ്ണം, 20 വാക്ക് മാറി, ഇപ്പൊ 20 ഉള്ളൂ. അതിൽ കൂടുതലുള്ള ആരെങ്കിലും ഉണ്ടോ? 10 വർഷം മുമ്പ് നമ്മുടെ ഒരു കൂട് ഉണ്ടായിരുന്നു. എല്ലാ വർഷവും നമ്മൾ ആ ഒരു കൂടിനെ 2 ആക്കി. ഇപ്പൊ നമ്മുടെ എത്ര കൂട് കാണും? 100. 100 ഇപ്പൊ പെട്ടെന്ന് 20 100 പോയി. ഇനി നമുക്ക് ചുമ്മാ നോക്കാം എത്രയാ. 1-ാം വർഷം അത് 2 ആയും, 2-ാം വർഷം 4 ആയും, 3-ാം വർഷം 8 ആയും, 4-ാം വർഷം 16 ആയും, 5-ാം വർഷം 32 ആയും, 64 ആയും, 128 ആയും, 256 ആയും, 512 ആണ് 9-ാം വർഷമെങ്കിൽ 10-ാം വർഷം എത്രയുണ്ട്? 1024 കൂടുണ്ട്. ഇത് കണക്കാ, ഇത് കണക്കാണ്. 1024 ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ 1-2 പാളിപ്പോയെന്ന് വരാം. എന്നാലും നമ്മുടെ 10-600 കൂട് കാണും. നമ്മൾ ആരും ചെയ്യുന്നുമില്ല, ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നേരത്തെ പരാഗണത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇതാണ് അതിന്റെ വസ്തുത. നമ്മളതാരും അതിനെ ശ്രദ്ധിക്കുന്നില്ല, അതിന്റെ വാല്യൂ കണക്കാക്കുന്നില്ല. ഒരു ചെറുതേനീച്ച കൂട് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അതിന്റെ വില എന്തായിരിക്കും? അപ്പൊ നിങ്ങളിൽ 1000 കൂടുണ്ടെങ്കിൽ അതിന്റെ മൂല്യം എത്രയാണ്? അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന വലിയൊരു സാധനത്തിന്, നമ്മുടെ രണ്ട് ഈ സാധനം, അതിന്റെ മൂല്യം നമുക്കറിയാൻ വരാത്തതിന്റെ തകരാറാണ്. ഇനി ഞാനീ പറഞ്ഞ ഒരു കൂടിനെ ആദ്യത്തെ വർഷം 1-2 ആക്കുന്നതിന് പകരം നമ്മൾ അതിനെ 3 ആക്കി തരുന്നത്. അങ്ങനെ ആക്കാം. അതായത് നവംബറിൽ നമ്മൾ ആ കൂടിനെ വിഭജനം നടത്തി 2 ആക്കിയാൽ അതിന്റെ മദർ കോളനി റാണിയുള്ള ഭാഗത്തിന് ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിൽ ഒന്നുകൂടെ നമുക്ക് വിഭജനം നടത്താം. അപ്പൊ അത് 3 കൂടാവും. 3 കൂടായി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയായിരുന്നു? 1012 എന്നുള്ള 1024 എന്നുള്ളത് 2048 ആവും. അത് ശരിയായ കണക്കാണെന്ന് ഞാൻ പറയും. അതിനകത്ത് എല്ലാം വിജയിക്കണമെന്നുണ്ടോ? ഇല്ല. അത് അതിന്റെ വേറെ ഭാഗം. അത് വേറെ ഭാഗം. വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കഴിവാണ്. വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കഴിവ്. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ആരും ഇതിനെ ഗൗനിക്കാറുമില്ല, ഇങ്ങനെ ആരും ചെയ്യാറുമില്ല. ഈ 1000 ഒന്നും ഇല്ലെങ്കിൽ ഒരു 10 കൂടി നിങ്ങളുടെ ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ 80-നും 90-നും ഇടയ്ക്ക് കൂടി ഈ പറമ്പിലിരിക്കണം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എവിടെ ഇറങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിനകത്തിരിക്കുന്നത്. അത്രയും കൂട് വെക്കുന്നത് ശരിയല്ല. നമുക്കൊരു 20-30 കൂടാണ് മാക്സിമം വെക്കാവും. അപ്പൊ അല്ലെങ്കിൽ തേൻ കുറഞ്ഞു പോകും. അപ്പം ബാക്കി വേറൊരു സ്ഥലത്തോട്ട് വെക്കും. പലയിടത്ത് ഞാനിപ്പോൾ നമ്മുടെ ആ കുളമാവിൻ്റെ താഴെ തൊട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. 3 പഞ്ചായത്തുകളിൽ ചെറുതേൻ കൂടുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പലയിടങ്ങളിലായിട്ട് എല്ലായിടത്തും ഒരു 20-40, പരമാവധി 40 ഒക്കെ ഇരിക്കുന്നിടമുണ്ട്. അല്ലാത്തടത്ത് ഒരു 20, ആവറേജ് ഒരു 20 25 ഏറ്റവും നല്ലത്. കൂടുതൽ തേൻ കിട്ടും. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് 25 കൂട് നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് 10 കിലോ തേൻ കിട്ടും. അവിടെ നിങ്ങൾ 50 വെച്ചാൽ 10-ന് 20 കിട്ടുകയല്ല, ഒരു 14-15 കിട്ടുള്ളൂ. 50-ന് നിങ്ങൾ 100 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന തേൻ എന്ന് പറയുന്നത് 20 കിലോയെ കിട്ടുള്ളൂ. അവിടെ അതിന്റെ വ്യത്യാസം. എണ്ണം നമ്മൾ കൂട്ടി തോറും കിട്ടുന്ന ലഭ്യത കുറഞ്ഞു വരും. കുറേശ്ശെ അകത്തി വെക്കാം. അതിന് കൂടുതൽ തേൻ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടാം. അത്രയും തേൻ കിട്ടിയ അതിന്റെ വില എത്രയാണ്? ഇപ്പോഴത്തെ നമ്മുടെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു 2800-3000 രൂപയാണ് ഒരു കുപ്പി തേനിന്റെ, ചെറുതേനിന്റെ വില. അപ്പൊ അത് 10 കുപ്പി എന്ന് പറയുന്നത് 30,000 രൂപയും 100 കുപ്പി എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയുടെ തേനാണ്. ഇത്രയും തേൻ നമുക്ക് എടുക്കാം. ഇത്രയും തേൻ നമുക്ക് കിട്ടും. ഞാൻ ശരാശരി 180 മുതൽ 220 കിലോ തേൻ വരെ ഒരു വർഷം ഉത്പാദിപ്പിക്കുന്നുണ്ട് ചെറുതേൻ. അപ്പൊ എന്നെ കൊണ്ട് അത് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റാത്ത എന്തുകൊണ്ടാണ്? എന്നെ കൊണ്ടത് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടും അത് പറ്റും. എനിക്കതിന് പാടില്ല. ചെറുതേനെ സംബന്ധിച്ച് വിൽക്കാൻ ഒരു പാടില്ല. വൻതേനെ സംബന്ധിച്ച് പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് വിറ്റ് തീരാൻ പാടാണ്. ഇപ്പൊ ഞങ്ങൾ ഈച്ചയ്ക്ക് തേന കൊടുത്തോണ്ടിരിക്കും. വിറ്റ് നമ്മൾ ആഴ്ച തീറ്റ കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ തേന കൊടുക്കുന്ന കാരണം തേൻ വിറ്റ് തീരെയല്ല. വിറ്റ് തീരാൻ മേലാത്തത് കുറേ എണ്ണം നമ്മൾ അങ്ങനെ ഒഴിച്ചു. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ഈ കോളനി ഡിവിഷൻ എങ്ങനെ നടത്തണം ചെയ്യാം. ഞാൻ പറഞ്ഞ അശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും തേൻ എടുക്കുന്ന സമയത്തല്ല നമ്മൾ കൂടിന്റെ വിഭജനം നടത്തേണ്ടത്. എല്ലാ ഇനം തേനീച്ചകളിലും അതിന്റെ വിഭജനം നടത്തേണ്ടത് അതിന്റെ ഗ്രോത്ത് പീരീഡാണ്. എന്നാൽ ഈ ഗ്രോത്ത് പീരീഡ് തേനീച്ചയ്ക്ക് 3 കാലങ്ങളുണ്ട്. ഒരു തേനീച്ച കൂടിന് 3 കാലങ്ങളുണ്ട്. ഏതാണത്? ഒന്ന് അതിന്റെ ക്ഷാമകാലമാണ്. പട്ടിണിയുടെ ഒരു കാലമുണ്ട്. അതങ്ങ് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വളർച്ചയുടെ കാലമുണ്ട്. ആ സമയത്ത് ഗ്രോത്ത് പീരീഡ് എന്ന് പറയും. അതതിന്റെ ഗ്രോത്ത് പീരീഡാണ്, അതേപോലെ വളർച്ചാ കാലമാണ്. അത് കഴിഞ്ഞാൽ അതിനൊരു തേൻ ഒഴുക്ക് കാലമുണ്ട്, ഹണി ഫ്ലോ സീസൺ. തേൻ കണ്ടമാനം കിട്ടുന്നൊരു സമയം. ഇത് കേരളത്തെ സംബന്ധിച്ച് പൊതുവെ പറഞ്ഞാൽ, എല്ലാം അങ്ങനെ കറക്റ്റ് അല്ല, എന്നാലും പൊതുവെ പറഞ്ഞാൽ മെയ് അവസാനം മുതൽ നമുക്ക് ക്ഷാമകാലമാണ്. അതാ ഡെർത്ത് പീരീഡാണ്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്.
സെപ്റ്റംബർ ഒക്കെ അങ്ങ് ആയി കഴിയുമ്പോൾ മഴയൊന്ന് കുറഞ്ഞിട്ട്, ഇടയ്ക്ക് മഴയുണ്ട് വെയിലുണ്ട്, ഓണമൊക്കെ വരുന്ന ആ സമയത്താണ്, മെയ് ടു ഓഗസ്റ്റ്. സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മഴയൊക്കെ ഉണ്ട്, പക്ഷെ വെയിലും ഉണ്ട്. ഇപ്പോൾ ഓണമൊക്കെ വരുന്ന ആ സമയത്ത് പൂക്കളൊക്കെ ഉണ്ട്. തേനീച്ചയ്ക്ക് അത്യാവശ്യം പോയി ഒരു 20 ദിവസം വെയിലായിരിക്കും, 10 ദിവസം മഴയായിരിക്കും. അപ്പൊ അതിനിടയ്ക്ക് അതിന് അത്യാവശ്യമുള്ള തേനും പൂമ്പൊടിയൊക്കെ കിട്ടും. അങ്ങനെ തേനും പൂമ്പൊടിയൊക്കെ കിട്ടാൻ തുടങ്ങിയാൽ റാണീച്ച കണ്ടമാനം മുട്ടയിടാൻ തുടങ്ങും. അതാണ് ഗ്രോത്ത് പീരീഡ് അഥവാ വളർച്ചാക്കാലം. അത് കഴിഞ്ഞാൽ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഇത് തേൻ ഒഴുക്ക് കാലം. ആ സമയത്ത് കണ്ടമാനം തേൻ പ്രകൃതിയിലുണ്ട്. അപ്പൊ ഈച്ച കൂടുതൽ ശ്രദ്ധിക്കുന്ന എന്തിലായിരിക്കും? മുട്ടയിടുന്നതിലുപരിയായിട്ട് വരും ക്ഷാമകാലത്തേക്ക് വേണ്ട തേൻ കൂടുതൽ സംഭരിക്കാനായിരിക്കും അവർ ശ്രദ്ധിക്കുക. അപ്പം ഈ 3 കാലത്തും നമ്മൾ തേനീച്ചയുടെ കൂടിനുള്ളിൽ ചെയ്യേണ്ട പരിചരണ രീതികൾ വ്യത്യസ്തമാണ്. മഴക്കാലത്തായി നമ്മൾ പൊതിഞ്ഞ് സൂക്ഷിക്കുക, ഉറുമ്പും കീടങ്ങളൊന്നും വരാതെ നോക്കുക, മഴ നനയാതെ നോക്കുക, വെയിലടിക്കാതെ നോക്കുക, അത് സംരക്ഷിക്കുക, വൻതേനീച്ചയാണ് തീറ്റ കൊടുക്കുക. ഇതൊക്കെയാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. വളർച്ചാക്കാലത്താണ് നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഈച്ചയെ പിടിച്ചു വെക്കുക, ഉള്ള കൂടുകളുടെ വിഭജനം നടത്തുക ഒക്കെ ചെയ്യേണ്ടത്. ഇപ്പൊ പറമ്പിലൊരു ഈച്ച ഉണ്ടെങ്കിൽ നമ്മൾ മഴക്കാലത്തല്ല പിടിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ ഭിത്തിയിലൊരു ഈച്ച ഉണ്ട്, അനക്കണ്ട അവിടെ ഇരുന്നുണ്ട്, അത് പിടിച്ചാൽ പോവും. അപ്പൊ അതുകൊണ്ട് മഴക്കാലത്തല്ല ചെയ്യണം. അത് എപ്പോൾ ചെയ്യണം? ഗ്രോത്ത് പീരീഡ് ചെയ്യണം. ഗ്രോത്ത് പീരീഡ് എപ്പോഴാണ് ഞാൻ പറഞ്ഞത്? സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ. അതിൽ ഏറ്റവും നല്ലത് നവംബറാണ്. അതാണ് അതിന്റെ സെൻട്രൽ പീരീഡ്. പ്രത്യേകിച്ച് കേരളത്തിൽ സമീപകാലത്ത് 5-6 വർഷമായിട്ട് കാലാവസ്ഥയിൽ വലിയ വ്യതിയാനമുണ്ട്. ജൂണിലല്ല ഇപ്പം മഴ. ഇപ്പൊ നമ്മൾ കണ്ടു, ജൂണിലും പെയ്തില്ല, ജൂലൈയിലും പെയ്തില്ല, ഓഗസ്റ്റിലാണ്. അത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെ നിൽക്കും ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട് കാലാവസ്ഥയിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഈച്ചയിലും വരും. അപ്പൊ അതിനനുസരിച്ച് കാലാവസ്ഥ നീണ്ടുപോകാനുള്ള സാധ്യത ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഈച്ചയുടെ ഗ്രോത്ത് ഏതാണെന്ന് നമുക്കറിയാം. മഴ എവിടം വരെ പെയ്തു, അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴത്തേക്കാണ് വളരാൻ തുടങ്ങുന്നത്. ആ സമയത്താണ് പ്രകൃതിയിൽ ഇരിക്കുന്ന ഈച്ചയെ പിടിച്ചു വെക്കുക, ഉള്ള കൂടിന്റെ വിഭജനം നടത്തുകയൊക്കെ ചെയ്യണം ആ സമയത്ത്. അപ്പം ചെറുതേനീച്ചയെ വിഭജനം നടത്താൻ ഏറ്റവും നല്ല സമയം നവംബറാണ്. അത് നിങ്ങൾക്ക് 1-2 കൂടുണ്ടെങ്കിൽ ഒരു ഈവനിങ് ആണല്ലോ, ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്, ഒരു 3 മണിയാകും. എന്താ ഈ 3 മണിയുടെ പ്രത്യേകത? 3 മണിയാകുന്നുണ്ടെങ്കിൽ ഈച്ച പെട്ടെന്ന് അടങ്ങാനൊക്കെ എളുപ്പമാണ്. പറന്ന് നിൽക്കുന്ന ഈച്ചയൊക്കെ പെട്ടെന്ന് കൂട്ടി കയറിക്കും. അപ്പൊ നിങ്ങൾക്ക് 8-10 കൂടുണ്ട്, 10 കൂടുണ്ടെന്ന് കരുതുക. ആ 10 കൂടിനെ നമുക്ക് 20 ആക്കാം. കരുത്തുള്ള കൂടിനെ വിഭജിക്കാവൂ. എല്ലാ കൂടും വിഭജിക്കാൻ കൊള്ളണമെന്നില്ല. അങ്ങനെ വീക്കായിട്ടുള്ള കുറച്ച് ഈച്ച, ഇച്ചിരി മുട്ടയായിട്ടിരിക്കുന്ന ഈച്ച വിഭജിക്കാൻ നോക്കുന്നത് അത് ഉള്ളവർ പോകും. അപ്പൊ കരുത്തുള്ള കൂടിനെ വേണം വിഭജിക്കാൻ. ഇതെങ്ങനെ കരുത്തറിയുന്നത്? അതിന് കൂട് തുറന്നു പോലും നോക്കണ്ട. അപ്പൊ കരുത്തെന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താണ്? തേൻ വേണം, പൂമ്പൊടി വേണം, നിറച്ച് ഈച്ച വേണം, നന്നായി മുട്ട വേണം. ഇത്ര ആണ് കരുത്തുള്ള കൂട്. അത് തുറന്നു നോക്കി അറിയണമെന്നില്ല, പുറത്ത് നോക്കി അറിയാം. പരിചയസമ്പന്നനായ ഒരു കർഷകൻ അതിന്റെ വാതിൽക്ക് പോയി നോക്കി അറിയാം. എങ്ങനെ അറിയാം? അതിന്റെ വാതിലിന് വിസ്താരം ഉണ്ടാവും, നീളമല്ല വിസ്താരം ഉണ്ടാവും, വട്ടം ഉണ്ടാവും, നല്ല വിടർന്ന് നിൽക്കും. അവിടെ കാവൽ നിൽക്കുന്ന ഈച്ചകളുടെ എണ്ണം അധികമായിരിക്കും. 10, 12, 8, 16 ഒക്കെ കാണും അവിടെ ഈച്ച. ഇല്ലെങ്കിലോ ഒരു ഈച്ചയോ 2 ഈച്ചയോ ചിലപ്പോൾ കാണും, അത്രേ ഉള്ളൂ. 3 ബി ട്രാഫിക്, ഈച്ചയുടെ പോക്ക് വരും. രാവിലെ ഒരു 8-9 മണിയാകുമ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് പടപടപടാന്ന് ഈച്ച ഇറങ്ങി വരുന്നുണ്ട്, തുരുതുരാന്ന് ഈച്ച വന്ന് കയറുന്നു. തേനും പൂമ്പൊടിയായിട്ട് വരുന്ന ഈച്ചയ്ക്ക് ഇങ്ങ് കയറാൻ പറ്റില്ല, കാരണം അകത്തുനിന്ന് ഈച്ച തള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരിങ്ങനെ വട്ടയിട്ട് ക്യൂ നിന്നിട്ട് ഒരു ഒഴിവ് കിട്ടുമ്പോൾ അകത്തോട്ട് കയറി പോകണം. ഇതാണ് തിരക്ക് അഥവാ ബി ട്രാഫിക്. ഈ 3 ലക്ഷങ്ങൾ നോക്കി നമുക്ക് ഈച്ചയുടെ കരുത്തറിയാം. അപ്പൊ നിങ്ങളുടെ 10 കൂടുണ്ടെങ്കിൽ ആ 10ൽ 10 എണ്ണവും കരുത്തുള്ളതാണെങ്കിൽ 10 വിഭജിക്കാം. 10 പുതിയ കൂട് തയ്യാറാക്കണം. 10 കൂടുമായിട്ട് നമ്മളെല്ലാം ചെയ്ത് എന്നെ തയ്യാറാക്കുന്ന പറഞ്ഞാൽ കൂട് നല്ല റെഡിയാക്കി അതിന്റെ പശയെല്ലാം സൈഡിൽ കൂടെ മെഴുകൊക്കെ എല്ലാം വെച്ച് അടച്ച് നല്ലൊരു ദ്വാരമൊക്കെ കൊടുത്ത് തയ്യാറാക്കി അടപ്പൊക്കെ സെറ്റാക്കി നമ്മൾ ചെല്ലുന്നു. ഏറ്റവും കരുത്തുണ്ടെന്ന് തോന്നുന്നു കൂട് ആദ്യം എടുത്തു. അത് നന്നായിട്ട് പുറമൊക്കെ തുടച്ചു, ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തുറന്ന് അകത്തോട്ട് നോക്കിയപ്പോൾ നിറച്ച് മുട്ടയുണ്ട്, തേനുണ്ട്, പൂമ്പൊടിയുണ്ട്. ആദ്യം നമ്മൾ നോക്കേണ്ടത് റാണിയാണ്. റാണിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയ തേനെടുക്കുകയോ വിഭജനം നടത്തുകയോ ചെയ്യാവും. അപ്പൊ റാണി എവിടെയുണ്ടെങ്കിൽ അതിനെ പിന്നെ തൊട്ടേക്കരുത്. റാണി ഇല്ലാത്ത ഭാഗത്തു നിന്ന് പകുതി മുട്ടയും അടർത്തിയെടുക്കുക. റാണി ഇല്ലാത്ത ഭാഗത്തു നിന്ന് പകുതി മുട്ടയും അടർത്തിയെടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ പുതിയ മുട്ടയും പഴയ മുട്ടയും 2 കൂട്ടിൽ ഏതാണ്ട് തുല്യമായിട്ട് വരണം. ആ മുട്ട എടുത്ത് പുതിയ കൂടിന്റെ വാതിലിനോട് ചേർത്ത് വെക്കുക. പകുതി പൂമ്പൊടിയും അടർത്തിയെടുക്കുക. അത് മുട്ടയുടെ തൊട്ട് പുറയിൽ വെക്കുക. ഒരല്പം കഷ്ണം തേൻ മാത്രം, 1 സ്പൂൺ അല്ല 2 സ്പൂൺ തേൻ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ചെറിയ കഷ്ണം തേൻ മാത്രം പരമാവധി പൊട്ടി ഉടയാതെ അടർത്തിയെടുത്ത് പൂമ്പൊടിയുടെ പുറയിൽ വെക്കുക. അല്പം മെഴുകെടുത്ത് കയ്യിലിട്ട് ഉരുട്ടി ഒരു മോതിര വളയം പോലെ ഉണ്ടാക്കി പുതിയ കൂടിനൊരു വാതിൽ കൊടുക്കുക. ഇത്രയും ചെയ്ത ശേഷം 2 കൂടും നല്ല ഭദ്രമായിട്ട് അടയ്ക്കുക. എന്നിട്ട് പഴയ കൂട്, അവിടെ ഇരുന്ന പഴയ കൂട്, അതാണ് മദർ കോളനി അഥവാ മാതൃ കോളനി, അതിനകത്ത് റാണിയുള്ളത്, അതിനെ എടുത്തിട്ട് പരമാവധി ദൂരത്തോട്ട് മാറ്റി വെക്കുക. പരമാവധി ദൂരം എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്ററിനപ്പുറത്തേക്ക് മാറ്റാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഞങ്ങൾ ഇവിടെയാണ് എന്ത് ചെയ്യും, ഈ സൈറ്റിൽ നിന്ന് നമ്മൾ പിരിക്കുന്ന പെട്ടിയെ മറ്റൊരു സൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകും. നിങ്ങൾക്ക് ഇപ്പോൾ അത് പ്രായോഗികമായിട്ട് കാണില്ല. ആ പഴയ വീട്ടിൽ 2 കൂടുണ്ടായിരുന്നു, വേറെ സൈറ്റ് ഒന്നും വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മുൻവശത്തിരുന്ന കൂടിനെടുത്ത് പുറകോട്ട് കൊണ്ടുപോകുക.
വീടിന്റെ ഇറയത്തിരുന്നതിന് നമ്മൾ തൊഴുത്തിന്റെ ഇറയത്തേക്ക് മാറ്റി വെക്കുക, വെറുപരയുടെ സൈഡിൽ അല്ല മെഷീൻ വരയുടെ സൈഡിലേക്ക് മാറ്റി വെക്കുക. എത്ര അകലേക്ക് മാറ്റി സുരക്ഷിതമായിട്ട് വെക്കാം അങ്ങോട്ട് വെക്കുക, മാതൃകോളനി. എന്നിട്ട് പുതിയ കൂടിനെ പഴയ കൂടിന്റെ അതേ സ്ഥലത്ത്, പഴയ കൂടിന്റെ വാതിൽ എങ്ങോട്ട് തിരിഞ്ഞിരുന്നോ അതേ ദിശയിൽ വരത്തക്ക രീതിയിൽ പുതിയ കൂടം വെച്ചു കൊടുക്കുക. പുറത്ത് പറഞ്ഞു നടക്കുന്ന ഈച്ച മുഴുവൻ ഇതിനകത്തോട്ട് കയറിക്കോളും. നിങ്ങൾ വെച്ചു കൊടുത്ത മുട്ടയിൽ ഒരു റാണി മുട്ട കൂടി ഉണ്ടെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ 100% നിങ്ങളുടെ വിഭജനം വിജയിക്കും. പിന്നെ നോക്കേണ്ടതില്ല. ഇപ്പം നിങ്ങൾ എടുത്തു വെച്ച മുട്ടയ്ക്ക് അതൊരു റാണി മുട്ട ഉണ്ടോ എന്ന് നോക്കണം. പക്ഷെ നിങ്ങൾ ആദ്യത്തെ പെട്ടി നല്ല കരുത്തുള്ളതാണ്, നിറച്ച് മുട്ടയൊക്കെ ഉണ്ട്, പക്ഷെ റാണിമുട്ട കണ്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? സാരമില്ല, വിഭജിച്ച് വിട്ടേക്കുക. രണ്ടാമത്തെ കൂട് തുറക്കുക, കണ്ടില്ല, വിഭജിച്ച് വിടുക. മൂന്നാമത്തെ തുറക്കുക, കണ്ടില്ല, വിഭജിച്ച് വിടുക. അഞ്ചാമത്തെ പെട്ടി തുടങ്ങിയപ്പോൾ അതിനകത്തൊരു 5-6 റാണിമുട്ട കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? പകുതി മുട്ട എടുത്ത് അതിന്റെ വിഭജനം നടത്തിയിട്ട് ഈ 6 മുട്ടയെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ മറ്റു മുട്ടയോടുകൂടി ചേർത്ത് അടർത്തിയെടുത്ത് ഒരു ഡെപ്പിക്കകത്താക്കി മാറ്റി വെക്കുക. അതിന്റെ വിഭജനം എല്ലാം പൂർത്തിയാക്കിയ ശേഷം ആദ്യത്തെ 1, 2, 3, 4 പെട്ടികൾക്കകത്ത് റാണിമുട്ട നമ്മൾ കണ്ടിട്ടില്ല. അതിനെ വീണ്ടും ഒന്ന് തുറന്നിട്ട് ഇത് ഈ മുട്ട എടുത്തിട്ട് ഓരോ ബഞ്ച്, ഓരോ നെല്ലിക്കയോട് കൂടി ഓരോ റാണിമുട്ട ഇരിപ്പുണ്ട്, അതിനെടുത്ത് ഈച്ചയുണ്ട് കുടഞ്ഞു കളഞ്ഞിട്ട് അതിന്റെ മേളിലേക്ക് വെച്ച് അടച്ചേക്കുക. ഇതിന് ക്വീൻ സെൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. റാണിമുട്ടയെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് 100% വിജയിക്കും. കാരണം റാണിമുട്ട നമ്മൾ വെച്ച് കൊടുത്തിട്ട് വിരിയൊന്നും ഉറപ്പാകും. നിർഭാഗ്യവശാൽ നിങ്ങളുടെ 10 കൂട്ടിൽ 9 എണ്ണവും നിങ്ങൾ നോക്കിയപ്പോൾ റാണിമുട്ടയെ കണ്ടില്ല, കരുത്തുണ്ടായിരുന്നു, വിഭജിച്ചു. അപ്പൊ നമ്മുടെ പ്രതീക്ഷ 10ാമത്തെ കൂട്ടി കാണൂന്ന. 10ാമത്തെ കൂട് വന്നപ്പോൾ കുമ്പ അതിനകത്തും ഇല്ല. പിന്നെന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മുടെ ദൈവാനുഗ്രഹം മാത്രമേ ഉള്ളൂ. ആ 10ാമത്തെ ഇനി എന്തായാലും ഇതായിട്ട് വെച്ചേക്കണ്ടെന്ന് കരുതി അതും വിഭജിച്ചേക്കുക. പക്ഷെ ഒരു കാര്യം ചെയ്യണം. ഒരു 72 ദിവസമാകുമ്പോൾ, 70 ദിവസം കഴിയുമ്പോൾ ഈ പുതിയ 10 കൂട്, 10 കൂടിനെ വിഭജിച്ച് 20 ആക്കി. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇരുന്ന സ്ഥലത്തിരിക്കുന്ന 10 പെട്ടി ഏതാണ്? റാണി ഇല്ലാത്ത പുതിയ പെട്ടിയാണ്. ആ 10 പെട്ടിയും നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് വീണ്ടും തുറച്ച് അകത്തേക്ക് വെറുതെ നോക്കുക മാത്രം ചെയ്യണം. നോക്കുമ്പോൾ അതിനകത്ത് മുട്ട ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റാണി വിരിഞ്ഞ് മുട്ട ഉണ്ടായിട്ടുണ്ടെന്നാണ്. കാരണം പഴയ മുട്ട മുഴുവൻ വിരിഞ്ഞു പോകും. ഇപ്പൊ മുട്ട ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? റാണി ഉണ്ടായിട്ട് അതിനകത്ത് മുട്ടയിടാന്ന് അറിയണ്ട, അടച്ചു വെച്ചേക്കുക. പക്ഷെ നിങ്ങൾ അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ 6 മുട്ട കണ്ടു, റാണിയായി. 4 മുട്ടയില്ല. ഈച്ചയുണ്ട്, പൂമ്പൊടിയുണ്ട്, തേനുണ്ട്, മുട്ടയില്ല. അതിന്റെ അർത്ഥം എന്താ? അത് ദ്രവിച്ച് തീർന്നു പോകും. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ നമുക്ക് രക്ഷിക്കണമെങ്കിൽ നമ്മൾ ആദ്യം 10 പെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് മാതൃകോളനി. അതിനകത്തെ കരുത്തുണ്ടെന്ന് തോന്നണം 4 പെട്ടി തുറക്കുക. ആദ്യത്തെ പെട്ടി തുറന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പത്തിൽ മുട്ട അടർത്തി എടുത്തിട്ട് മുഴുവൻ ഈച്ചയും കുടഞ്ഞു കളഞ്ഞിട്ട് ഈ പെട്ടിക്കകത്തോട്ട് വീണ്ടും വെച്ച് കൊടുക്കുക. ഏത്? റാണി ഈച്ച മുട്ടയാകാത്ത 4 പെട്ടി തുറന്നിട്ട് അതിനകത്ത് വെക്കുക. എന്നിട്ടോ നിങ്ങൾ വെച്ചു കൊടുത്ത മുട്ടയ്ക്കകത്ത് റാണി മുട്ട ഉണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല, അത് വിജയിക്കും. അപ്പോഴും നമ്മൾ റാണി മുട്ട കണ്ടില്ലെങ്കിലോ? അടുത്ത 72 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ 4 പെട്ടി മാത്രം തുറന്നു നോക്കണം. വീണ്ടും ഇത് ആവർത്തിക്കണം. അങ്ങനെ അതിനെ മുഴുവൻ രക്ഷപ്പെടുത്തിയെടുക്കണം. അല്ലാതെ നമ്മൾ വിഭജനം നടത്തിയിട്ട് അടുത്ത വർഷം തേരെടുക്കാൻ ചെല്ലുമ്പോൾ പറയും, അയ്യോ കഴിഞ്ഞ വർഷത്തെ 10 വിഭജിച്ച് ഞങ്ങൾ 20 ആക്കിയതായിരുന്നു, അത് 10 പോയി, മുട്ടയില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അതിനെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. ഇങ്ങനെയാണ് വിജയിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ?